നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് നിറഞ്ഞാൽ മാത്രം പോരാ, മനസ്സും കൂടെ നിറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡയറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ 20 കിലോ വെയിറ്റ് കുറച്ചത് അങ്ങനെയുള്ള റെസിപ്പീസ് ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താതെ, നമ്മുടെ നാക്കിനെ തൃപ്തിപ്പെടുത്താതെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അടിപൊളി റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഈ സീരീസിൽ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. നല്ല നല്ല റെസിപ്പീസ് ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട് സാലഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ക്യാപ്ഷനായിട്ടും അല്ലാതെ സ്ക്രീനിൽ എഴുതിയും കാണിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. കാലറിയുടെ വാല്യൂവും ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഡിസേർട്ട് ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും. നല്ല ഫില്ലിംഗ് ആണ്, കാരണം നമ്മളിതിനകത്ത് ചിയാ സീഡൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞായിട്ടെങ്കിലും കുറച്ച് പ്രോട്ടീൻ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് പീനട്ട്സ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്മൂത്തീസൊക്കെ അടിച്ച് കുടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. കാരണം നമുക്കതിനകത്തെ ഫൈബർ ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടിക്കോളും. സ്മൂത്തീസ് കഴിക്കുകയേ ചെയ്യരുതെന്നല്ല, പക്ഷേ അത് നമുക്ക് കഴിക്കാം.